Hi everybody, welcome back to another class of labor law. Today in labor law, we will discuss strike, a very important topic in Industrial Disputes Act 1947. As an introduction, we can say strike is a very powerful weapon used by the trade unions or other labor associations to pressurize the employer or the management so that their demands get accepted. എംപ്ലോയേഴ്സിനെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തങ്ങളുടെ ഡിമാൻഡ്സ് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻസും അതുപോലെ തന്നെയുള്ള മറ്റ് വർക്കേഴ്സിൻ്റെ അസോസിയേഷൻസും യൂസ് ചെയ്യുന്ന വെരി പവർഫുൾ വെപ്പൺ അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ആയുധം അതാണ് സ്ട്രൈക്ക്. നൗ ലെറ്റ്സ് സീ ദ ഡെഫിനിഷൻ ഓഫ് സ്ട്രൈക്ക്. Section 2Q of the Industrial Disputes Act 1947 deals with the definition of strike. According to Section 2Q of the Industrial Disputes Act 1947, strike is a cessation of work by a body of persons employed in any industry acting in combination or a concerted refusal or a refusal under a common understanding by any number of persons so employed to continue to work or to accept employment. നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ട്രൈക്ക് ഈസ് ആൻ ആക്ട് ഇൻ കോമ്പിനേഷൻ, ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള ഒരു ആക്റ്റാണ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ആരുടെ കൂട്ടായ്മയാണ്? എ ബോഡി ഓഫ് പേഴ്സൺസ് എംപ്ലോയിഡ് ഇൻ എനി ഇൻഡസ്ട്രി, ഏതൊരു ഇൻഡസ്ട്രിയിലെയും എംപ്ലോയീസിൻ്റെ കൂട്ടായ്മ. അപ്പോൾ അത് എന്താകാം? ട്രേഡ് യൂണിയൻസ് ആകാം, അല്ലെങ്കിൽ മറ്റുള്ള ലേബർ അസോസിയേഷൻസ് ആകാം. ഇനി ഈ ബോഡി ഓഫ് വർക്കേഴ്സ് എന്ത് ആക്ട് ഇൻ കോമ്പിനേഷൻ ആണ് നടത്തുന്നത്? നമ്പർ 1, സെസേഷൻ ഓഫ് വർക്കേഴ്സ്. സെസേഷൻ മീൻസ് സ്റ്റോപ്പേജ്, വർക്കിനെ നിർത്തുന്നത്, വർക്കിന് വിരാമം കുറിക്കുക, കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓർ concerted refusal or refusal under common understanding. Concerted means joined, together ആയിട്ട്. സോ വർക്കേഴ്സ് കൺസേർട്ടഡ് റിഫ്യൂസൽ നടത്തുന്നു, ടുഗദർ ആയിട്ട് എല്ലാവരും ചേർന്ന് ജോയിൻ്റ് ആയിട്ട് നിരാകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി റിഫ്യൂസൽ നടത്തുന്നു. എന്തിൻ്റെ റിഫ്യൂസൽ? ടു കണ്ടിന്യൂ ടു വർക്ക് ഓർ ടു അക്സെപ്റ്റ് എംപ്ലോയ്മെൻറ്റ്. അവരുടെ ജോലി അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വർക്കിൽ കണ്ടിന്യൂ ചെയ്യുവാനോ അവർ റിഫ്യൂസ് ചെയ്യുന്നു, അവർ നിരാകരിക്കുന്നു. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആകാം. എ സെസേഷൻ ഓഫ് വർക്ക് ആകാം, അല്ലെങ്കിൽ കൺസേർട്ടഡ് റിഫ്യൂസൽ ഓർ റിഫ്യൂസൽ അണ്ടർ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആകാം. ഇനി ഇത്തരത്തിൽ സ്ട്രൈക്കിൽ ഏർപ്പെടുന്ന വർക്കേഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് ആ വർക്ക് വിട്ടു പോകണം എന്നൊരു ഉദ്ദേശമുണ്ടോ? ഇല്ല. അവരുടെ ഒരു മെൻ്റൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ദേ വാണ്ട് ടു കണ്ടിന്യൂ ഇൻ വർക്ക് once the strike is over. Once their demands get accepted, they want to work in the same industry. ഇനി മിനിമം ഇത്ര വർക്കേഴ്സ് വേണം ഒരു സ്ട്രൈക്കിന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എനി നമ്പർ ഓഫ് പേഴ്സൺസ് ആകാം ഒരു സ്ട്രൈക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി ഇത്ര നേരത്തേക്ക് വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കുറച്ച് നേരത്തേക്കായാൽ പോലും അതൊരു സ്ട്രൈക്കായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ്? അവിടെ ഒരു കോമൺ കൺസെൻ്റ് ഉണ്ടോ, ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ വർക്കേഴ്സ് തമ്മിൽ? ഇത്തരത്തിൽ ഒരു സെസേഷൻ ഓഫ് വർക്കിലേക്കോ അല്ലെങ്കിൽ കൺസേർട്ടഡ് റിഫ്യൂസലിലേക്കോ പോകാൻ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. Once again, the definition of strike according to Section 2Q of the Industrial Disputes Act 1947, a strike is a cessation of work by a body of persons employed in any industry acting in combination or a concerted refusal or a refusal under a common understanding by any number of persons so employed to continue to work or to accept employment. I hope the definition is very clear now. Essentials of strike include: strike is an act in combination. There must be a cessation of work by a body of persons employed in any industry, or there must be a concerted refusal or refusal under common understanding to continue to work or to accept employment. The mental element of workers is to continue in work once the strike is over. There must be common understanding between the workmen, and refusal to work even for a few hours amounts to strike if there is a common consent among the workers. Now, reasons for a strike may be
dissatisfaction with company policy, salary and incentive problems, increment not up to the mark, wrongful discharge or dismissal of workmen, withdrawal of any concession or privilege, hours of work, rest intervals, leaves with wages and holidays, bonus, profit sharing, provident fund and gratuity, retrenchment of workmen and closure of establishment, dispute connected with minimum wages, etc. Different types of strike include general strike, stay-in strike, go-slow strike, tool-down or pen-down strike, relay strike, hunger strike, sympathetic strike, mass resignations, and illegal strike. First one, general strike. General strike is done for general demands of workers such as basic pay, leaves, holidays, etc. Number 2, stay-in strike. In stay-in strike, the workers remain inside the factory. They play and talk, but they do not work. വർക്കേഴ്സ് എല്ലാം കൂട്ടായി നിന്ന് ജനറൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സ്ട്രൈക്കിനെയാണ് ജനറൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഇനി സ്റ്റേ-ഇൻ സ്ട്രൈക്കിൽ വർക്കേഴ്സ് ഈ ഒരു ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പ്രിമൈസസിൽ തന്നെ ഉണ്ടാകും, ബട്ട് ദേ ഡോണ്ട് വർക്ക്. തേർഡ് വൺ ഗോ സ്ലോ സ്ട്രൈക്കാണ്. ഇതിൽ വർക്കേഴ്സ് എല്ലാം തന്നെ വർക്കിന് അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് വർക്കിന് പ്രസൻ്റ് ആകും, അവർ വർക്ക് ചെയ്യും, ബട്ട് അവർ വന്ന് ഒരു സ്ലോ മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും, വർക്കേഴ്സിന് അവർക്ക് വരാനുള്ള സാലറി ലഭിക്കും, പക്ഷേ പ്രൊഡക്ഷൻ റെഡ്യൂസ് ആവും. അപ്പോൾ എംപ്ലോയറിന് ഒരു ഹെവി ലോസ് കൊടുക്കുന്ന ഒരു സ്ട്രൈക്കാണ് ഗോ സ്ലോ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി അവിടെ ഒരു സെസേഷൻ ഓഫ് വർക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ 2Qൻ്റെ ഡെഫിനിഷൻ വരാത്ത ഒരു പ്രൊസീജിയറാണ് ഈ ഗോ സ്ലോ സ്ട്രൈക്ക്. സുപ്രീം കോർട്ടിൻ്റെ ഒബ്സർവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോ സ്ലോ സ്ട്രൈക്കിനെ ഒരിക്കലും ഒരു സ്ട്രൈക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഗോ സ്ലോ എന്നത് ഒരു സീരിയസ് മിസ്കണ്ടക്റ്റ് ആണ്, വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്ന സീരിയസ് മിസ്കണ്ടക്റ്റ് ആണ് ഗോ സ്ലോ എന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സിന് ഇത്തരത്തിൽ ഗോ സ്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ നടത്തുന്ന വർക്കേഴ്സിന് എതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുവാനുള്ള അധികാരമുണ്ട്. അങ്ങനെ എടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷനിൽ കോർട്ട് ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തത്തില്ല. കാരണം ഗോ സ്ലോ എന്നത് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ 2Qൻ്റെ ഡെഫിനിഷനിൽ വരുന്ന ഒന്നല്ല, അതൊരു സ്ട്രൈക്കേ അല്ല. മിസ്റ്റർ VV ഗിരിയുടെ അഭിപ്രായത്തിൽ എനിമി നമ്പർ 1 ഓഫ് വർക്ക്മെൻ എന്നത് ഗോ സ്ലോ ആണ്. ആദ്യം എംപ്ലോയറിനൊരു ലോസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ തോന്നുമെങ്കിലും ഇവഞ്ച്വലി അത് വർക്കേഴ്സ് അവരുടെ തന്നെ ഒരു ഡിസ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യും. സോ ഇത് എനിമി നമ്പർ 1 ഓഫ് വർക്ക്മെൻ എന്നാണ് VV ഗിരി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോ ഇൻ ഗോ സ്ലോ സ്ട്രൈക്ക് ദ വർക്കേഴ്സ് വർക്ക് അക്കോർഡിംഗ് ടു ദെയർ സ്കെഡ്യൂൾ, ബട്ട് ദേ വോണ്ട് വർക്ക് efficiently and it will reduce the production. Workers will get their wages, but a reduction in production will result in loss of profit to the employer. According to Supreme Court, go slow cannot be considered as a strike. It is a serious misconduct on behalf of the workman. An employer can take disciplinary actions against such workers who are participating in go slow. And according to Mr. VV Giri, go slow is the enemy number 1 of workmen because this go slow procedure will lead to the destruction of the workers themselves. Fourth one, tool down strike or pen down strike. Pen down strike is a refusal to write and tool down strike is a refusal to use the tools in handling the machines, and this tool down strike is dangerous for the workers. Pen down strike എഴുതുവാൻ വിസമ്മതിക്കുന്നു, ടൂൾ ഡൗൺ സ്ട്രൈക്കിൽ മെഷീൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ടൂൾസ് ഇല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നു. ടൂൾ ഡൗൺ സ്ട്രൈക്ക് ഇസ് എ ഡേഞ്ചറസ് തിങ് ഫോർ ദി വർക്കേഴ്സ്. ഫിഫ്ത്ത് വൺ, റിലേ സ്ട്രൈക്ക്. ഇൻ റിലേ സ്ട്രൈക്ക് എ പാർട്ട് ഓഫ് ദി വർക്ക്മെൻ are involved. Not all workmen are involved at a time. A part of the workmen first do the strike and then after them another part of the workmen will do the strike. Hunger strike എന്താണ്? നിരാഹാരം. It may also be a relay hunger strike. Hunger strike എന്നത് റിലേ ഹങ്കർ സ്ട്രൈക്ക് ആകാനും സാധ്യതയുണ്ട്. സെവൻത് വൺ, സിമ്പത്തറ്റിക് സ്ട്രൈക്ക് ആണ്. ഇതിൽ ഒരു ഇൻഡസ്ട്രിയിൽ ആൾറെഡി സ്ട്രൈക്ക് നടന്നിട്ടിരിക്കും. ആ ഇൻഡസ്ട്രിയോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ഒരു ഇൻഡസ്ട്രിയിലുള്ള വർക്കേഴ്സ് സ്ട്രൈക്ക് നടത്തുന്നു. സോ ആക്ച്വലി ഇതൊരു സ്ട്രൈക്ക് അല്ല. സെക്ഷൻ 2Q പ്രകാരം വർക്കേഴ്സ് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് നടത്തുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഒരു പ്രശ്നവും ഇല്ല, അവർക്കൊരു ഡിമാൻഡ്സും ഇല്ല.
മറ്റൊരു ഇൻഡസ്ട്രിയിലുള്ളവരെ സ്ട്രൈക്ക് നടത്തുന്നു, അവരുടെ ഡിമാൻഡ്സിന് വേണ്ടി സ്ട്രൈക്ക് നടത്തുന്നു എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഈ ഇൻഡസ്ട്രിയിലുള്ളവരും കൂടെ സ്ട്രൈക്ക് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത്തരത്തിൽ സിമ്പതറ്റിക് സ്ട്രൈക്ക് നടത്തുന്ന വർക്കേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് എംപ്ലോയേഴ്സ്ക്ക് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാവുന്നതാണ്. In sympathetic strike, one industry conducts strike on behalf of another industry that may already in strike, and the employer can take disciplinary actions because it is not actually a strike. 8th one is mass resignation. എംപ്ലോയീസ് കൂട്ടമായിട്ട് കമ്പനിയിൽ റെസിഗ്നേഷൻ കൊടുക്കുന്നതിനെയാണ് മാസ് റെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏതൊരു കമ്പനിക്കും വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അറ്റ് എ ടൈം ഇത്രയും എംപ്ലോയീസ് റിസൈൻ ചെയ്യുക എന്നുള്ളത്. സോ അവർ ആ എംപ്ലോയേഴ്സ് ഈ എംപ്ലോയീസിനോട് സംസാരിക്കുവാൻ നിർബന്ധിതരാകും, അവരുടെ ഡിമാൻഡ്സ് അംഗീകരിക്കാൻ നിർബന്ധിതരാകും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രൈക്കിൻ്റെ പ്രത്യേകത. 9th one, token strike. It is a strike for a small duration. And 10th one is illegal strike. For example, lightning or quick strike, that is strike without notice, is an illegal strike. And second example is Gharavo. In Gharavo, usually the employees physically block the employer or the manager of the company, and it is also an illegal act.